പ്രിയ സുഹൃത്തുക്കളെ, നന്മയുടെ ഒരു മണ്ഡലകാലം കൂടി നമ്മുടെ മുമ്പിൽ എത്തുകയാണ്. കേരളക്കര ആത്മീയ ചൈതന്യത്താൽ ഉണരുകയും വ്രതാനുഷ്ഠാനങ്ങളുടെ അയ്യപ്പനെ കാണാൻ പോവുകയും ചെയ്യുന്ന നല്ല സുദിനങ്ങൾ നമ്മളെ സമീപിക്കുകയാണ്. 16/11/2024 വൃശ്ചികം 1. തീർച്ചയായും കേരളത്തിൻ്റെ ഭാഗതയം നിശ്ചയിക്കുന്നതിലും കേരളത്തിൻ്റെ നന്മ മുന്നോട്ട് പുലർത്തുന്നതിലും വളരെ ശക്തമായ ഒരു ഭാഗഭാഗത്വം ശബരിമലയ്ക്കുണ്ട് എന്നത് നിസ്തർക്കമായി സമ്മതിക്കുന്നതാണ്. ശബരിമല ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ സ്വന്തമല്ല. ശബരിമല കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഇതര ലോകങ്ങളിലുള്ള ഭക്തരുടെയും സ്ഥലമാണ് എന്നത് നിസ്തർക്കമായി നമ്മൾ സമ്മതിക്കുകയും ജാതി ഭേദമില്ലാതെ ആരെയും സ്വീകരിക്കുന്ന ഒരു മഹത് ആത്മീയ സങ്കേതം കൂടെയാണ് ശബരിമല. അപ്പോൾ ശബരിമല തീർത്ഥാടകർക്ക് എല്ലാവർക്കും നന്മയുടെ ഐശ്വര്യങ്ങളുണ്ടാകട്ടെ, സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇവിടെ വന്ന് പോവുകയും തിരിച്ച് പോകാൻ സാധിക്കുകയും ചെയ്യട്ടെ. ശബരിമല ഭക്തരുടെ വാഹനങ്ങൾ കടന്നു വരുന്ന വഴികളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ പലരും അയ്യപ്പ സേവാ സംഘം പോലുള്ള സംഘങ്ങൾ കഞ്ഞി കൊടുക്കുന്നുണ്ടാകും. അവർക്ക് ബാത്റൂമിലും മറ്റും പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടാകും. അവരുടെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള അവസരം ഒരുക്കുന്നുണ്ടാകും. അതിന് വേണ്ടി സന്നദ്ധയോടെ കടന്നു വരുന്ന എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു. വളരെ സന്തോഷകരമായ ആരോഗ്യകരമായ ഒരു യാത്രയാകട്ടെ. പ്രകൃതിയെ സ്നേഹിക്കുക, യാത്രികരുടെ ശ്രദ്ധയ്ക്ക് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും ഒക്കെ വലിച്ചെറിയാതിരിക്കുക. പ്രതീക്ഷയാണല്ലോ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കൊച്ചു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. പ്രതീക്ഷ ജീവിതത്തിൻ്റെ പ്രചോദനമാണ്. വിജയിക്കും എന്ന ചിന്തയാണ് വീഴ്ചകളെ വകഞ്ഞു മാറ്റുവാൻ ഒരുവനെ പ്രേരിപ്പിക്കുന്നത്. അടുത്ത നിമിഷം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട് എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഉണർത്തുക. ഇത് യൗവനം നിലനിർത്താൻ നമുക്ക് സഹായമാകും. അപ്പോൾ എങ്ങനെ നമുക്ക് യൗവനം നിലനിർത്താം എന്നതാണ് എൻ്റെ ഇന്നത്തെ ചിന്തയുടെ ഒരു പിൻബലമായ അല്ലെ ചിന്തയുടെ അടിസ്ഥാനം. അതാണ് എങ്ങനെ യൗവനം നിലനിർത്താം. എല്ലാവർക്കും ആഗ്രഹമാണല്ലോ യൗവനത്തിൽ നിലനിൽക്കുക എന്നത്. ഓടിത്തീർന്ന വഴിയല്ല, ഇനിയും ഓടിത്തീർക്കാനുള്ള വഴിയാണ് നമ്മുടെ മുമ്പിലുള്ളതെന്നും കുറച്ച് സമയമേ ബാക്കിയുള്ളൂ എന്നും ചിന്തിക്കുക. അപ്പോൾ നമ്മൾ വിശ്രമിക്കില്ല. കുറച്ച് സമയമുള്ളെങ്കിൽ വേഗം എത്തണമല്ലോ. ഉണരാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഉണരുക. ദീർഘമായി ഉറങ്ങാൻ കാലം നമുക്ക് അവസരം തരും. എഴുന്നേൽക്കുക, വേഗത്തിൽ ചലിക്കുക. പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുമ്പോൾ മുന്നോട്ട് പോകാനുള്ള ഒരാഗ്രഹം എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കുക. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ പിൻവാങ്ങാൻ നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കും. ചിലപ്പം വേണ്ട, മുന്നോട്ട് പോകാം എന്ന് തിരിച്ചു മനസ്സിനോട് പറയാൻ. മനസ്സ് നമ്മുടെ കൺട്രോളായിരിക്കണം. മനസ്സിൻ്റെ കൺട്രോൾ ആവാൻ പാടില്ല. നമ്മൾ ചെറുതോ വലുതോ എന്നല്ല, ചെറുതോ വലുതോ എന്നത് ജീവിതത്തിലില്ല. എല്ലാം പ്രധാനപ്പെട്ടതാണ് എന്ന് മാത്രം ചിന്തിക്കുക. ഉദാഹരണം, ഒരു ഗോപുരത്തിൻ്റെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ പ്രതിമ, ആ പ്രതിമയിലേക്കാണ് മനുഷ്യർ ഉറ്റുനോക്കുന്നത്. പക്ഷേ ഈ പ്രതിമ ഗോപുരത്തിൻ്റെ 1000 അടി മുകളിലേക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ, അതിൻ്റെ അടിയിൽ ചീളുകളും കല്ലുകളും ഒക്കെയുണ്ട്. ഈ ചീളും കല്ലും മാറിപ്പോയാൽ എന്തുപറ്റും? പ്രതിമ താഴെ പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരാണ് എന്ന് ചിന്തിക്കുന്നതല്ല, നമുക്ക് നമ്മുടേതായ ഒരു റോൾ ഈ പ്രകൃതിയിൽ ചെയ്തു തീർക്കാനുണ്ട് എന്ന ചിന്ത നിങ്ങളുടെ സദാസമയവും നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾ വിശ്രമിക്കുകയില്ല. പതറാത്ത ചിന്ത, ഇമയ്ക്കാത്ത കണ്ണ്, വിശ്രമിക്കാത്ത സ്ഥിര, ഒരിക്കലും പിന്നിലേക്ക് മടങ്ങുന്ന കാലം കൊണ്ട് മുന്നിലേക്ക് കുതിക്കാനുള്ള മനസ്സ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമ്മൾ കടം, അതോടൊപ്പം തന്നെ വേദന, പ്രയാസം, രോഗം, ഇവയെക്കുറിച്ച് അധികം ചിന്തിക്കാതിരിക്കുക. മിത്രങ്ങളുടെയും ഉറ്റവരുടെയും ഒക്കെ അകൽച്ച മനസ്സ് ഇതിൽ മാത്രം മുക്കിത്താഴ്ത്താതിരിക്കുക. അതായത് പരാജയത്തെ ഓർത്ത് വിഷമിക്കുന്ന മനസ്സല്ല നമുക്ക് വേണ്ടത്. വല്ലപ്പോഴും വിജയിച്ച കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കാം. അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നന്മ. നാളെ ചെയ്തു തീർക്കേണ്ടതിനെക്കുറിച്ച് ആകുലപ്പെടുകയല്ല, മറിച്ച് ഇന്നിനു വേണ്ടി മനസ്സും ശരീരവും സജ്ജമാക്കുക. യൗവനത്തെ സ്വന്തമാക്കാൻ നിരന്തരം കർമ്മനിരതമായിരിക്കുക. ഇതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഞാനന്ന് തൽക്കാലം നിർത്തുകയാണ്. യൗവനം നിലനിർത്തണമെങ്കിൽ നിങ്ങൾ മടിപിടിച്ച് കിടക്കയിൽ കിടക്കുന്നവരാവരുത്. എഴുന്നേൽക്കണം. ചെയ്തു തീർക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. വായിച്ചു തീർക്കാനുള്ള പുസ്തകങ്ങൾ, എഴുതി തീർക്കാനുള്ള, വറ്റിത്തീരേണ്ട മഷികളുള്ള പേനൻ്റെ കയ്യിരിക്കുമ്പോൾ അത് വറ്റിത്തീരട്ടെ, അത് ചെയ്തു തീർക്കുക. ഇനി ഒരുപാട് നടക്കാനുണ്ട്. ഏതും കീഴ്പ്പെടുത്തിയവൻ പിന്നിലേക്ക് നോക്കി വിഷമിക്കുന്നവരല്ല, മുന്നിലേക്ക് നോക്കി ലക്ഷ്യത്തിലേക്ക് പോകുന്നവനാണ്. എന്നും മനസ്സിനോട് പറയുക, നീ യൗവനത്തിൽ തന്നെയാണ്. എന്നും ശിരസിനോട് പറയുക, നീ കർമ്മനിരതനാകുക. എന്നും കണ്ണിനോട് പറയുക, ഒരുപാട് കാര്യങ്ങൾ കാണുക. എന്നും ചെവിയോട് പറയുക, കേൾക്കാൻ ഒരുപാടുണ്ട്. നന്മയുടെ തലവസത്തിൽ നിർത്തുന്നു. ജോൺസൺ കറൂർ. ബി യങ്.